ഹായ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കേണ്ടത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലോവേര ജെല്ലും റോസ് വാട്ടറുമാണ്. എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട വേറൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പുറത്ത് പോകാത്തത് കൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പ് കാണിക്കാത്തത്. അതിനുശേഷം പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എവിടേക്കാണോ കുത്തേണ്ടത് അവിടേക്ക് കുത്തിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ. ഇതൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഫേസിന് തരും. നമ്മൾ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും അതുപോലെ ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു ക്രീം മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ സിമ്പിളായിട്ടാണല്ലോ കാണിക്കുന്നത്, അപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സാദാ പൗഡർ കയ്യിലോട്ട് ആവശ്യത്തിലധികം കൊട്ടി കൊടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഫേസിലിട്ട് കൊടുക്കുക. അപ്പം എനിക്ക് ഇതൊക്കെ എടുത്തു തരാനായിട്ട് എൻ്റെ മകൻ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. പൗഡർ നന്നായിട്ട് ഫേസിലുള്ളതും കഴുത്തിലുള്ളതും ഡ്രസ്സിലുള്ളതും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കി വയ്ക്കുക. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പുരികത്തിൽ താജ്മഹൽ പണിയുക എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്കാണ്. കാരണം എനിക്കൊട്ടും പുരികമില്ല. അതുകൊണ്ട് ഒന്ന് എഴുതിയാൽ ഒന്ന് ശരിയാവില്ല, ഇപ്പുറത്ത് എഴുതിയാൽ അപ്പുറത്ത് ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് 1 എഴുതി കൊടുക്കുകയാണ്. നന്നായിട്ട് എഴുതാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്രത്തോളം അങ്ങോട്ട് ശരിയായി വരില്ല എന്ന് മാത്രം. അപ്പോൾ ഞാനിങ്ങനെ എഴുതി ഒന്ന് ഏകദേശം സെറ്റായിട്ട് അപ്പുറത്തേക്ക് പോയി. അത് ഞാൻ എഴുതി കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി അപ്പോൾ ഇപ്പുറത്ത് ശരിയാവില്ല, അവിടെ എഴുതുന്നു, നോക്കുന്നു. അപ്പുറം ശരിയാവില്ല, അത് എഴുതുന്നു, നോക്കുന്നു. അപ്പോൾ ഇത് ശരിയാവില്ല, ഇത് എഴുതുന്നു. അങ്ങനെ ഒരു കുറച്ച് സമയം അതിനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഏകദേശം ശരിയായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണെഴുതി കൊടുക്കലാണ്. കണ്ണെഴുതി കൊടുക്കുന്ന കാര്യത്തിലും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, രണ്ട് വിധത്തിൽ. പക്ഷേ പുരുകത്തെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ് കേട്ടോ കണ്ണെഴുതുന്നത്. ഞാൻ വാലിട്ട് എഴുതി കൊടുക്കുകയാണ്. 2 കണ്ണിലും വാലിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ണ് ശരിയായിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ണും ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വാലിട്ട് നന്നായിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. ഇത് നമ്മുടെ ഐടെക്സിൻ്റെ ഐലൈനറാണ് കേട്ടോ എടുക്കുന്നത്. ഇനി കണ്ണിന് താഴെ എഴുതി കൊടുക്കുന്നത് സാദാ കൺമഷി വെച്ച് ഉള്ളിൽ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ എഴുതി കൊടുക്കുമ്പോൾ കണ്ണിൽ കൺമഷി പിടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹാക്ക് ട്രൈ ചെയ്തായിരുന്നു, അലോവേര ജെല്ല് വെച്ചൊരു ഹാക്ക്. അത് വർക്കായിട്ടില്ല തോന്നുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് എഴുതിയപ്പോൾ പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു നീറലൊക്കെ ഉണ്ട്. ഒന്നും സാരാക്കുന്നില്ല. അടുത്ത് നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കധികം ഐലാഷൊന്നും ഇല്ലാത്തത് കൊണ്ട് മസ്കാര ഇട്ടുമ്പോൾ അത്ര ഡിഫറൻസ് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ താഴെയും കൂടി മസ്കാര ഇട്ട് കൊടുക്കണം എന്നറിയിക്കാനാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം എനിക്ക് താഴെ ഒട്ടും ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇനി നമ്മുടെ മെയിൻ പരിപാടി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു റെഡ് കളറ് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ലിപ്സ്റ്റിക്കിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നീല പൊട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ഈ ഡ്രസ്സാണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഈ ഡ്രസ്സിനുള്ള പൊട്ടല്ല ഈ വെച്ച് കൊടുക്കുന്നത്. നമുക്കിനി ഡ്രസ്സ് മാറി വരാം. ഈ ഡ്രസ്സ് അല്ല, വേറെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ താഴെ വരുന്ന സ്കേർട്ടിൻ്റെ കളറാണ് നീല. ഈ കമ്മലാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30. ഇനി നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അവിടെയാണ് പ്രശ്നം പറ്റിയത്. കാരണം തലയിൽ നിറയെ എണ്ണയായിപ്പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ മെടഞ്ഞിടാമെന്ന് കരുതി. കാരണം എണ്ണയായത് കാരണം നമ്മൾ ഫ്രീ ഹെയർ ആയിട്ട് ഇടുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. ഞാൻ ഫ്രണ്ടിൽ ഒന്ന് 2 സൈഡിലും ഒന്ന് പിരിച്ച് വെച്ചിട്ട് ഫുൾ ഹെയർ മെടഞ്ഞിടാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് എടുക്കുന്നത് സെൻറ്റർ പാർട്ടീഷനാണ് കേട്ടോ. 2 സൈഡ് പിരിച്ച് വെച്ച് സ്ലൈഡ് വെച്ച് കുത്തി കൊടുത്ത് ചിന്ന ഹെയറൊക്കെ മുന്നിലോട്ട് വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുമാതിരി കുളമാവരുത്, വലിയ ഹെയർ വന്ന് പെടരുത്. അങ്ങനെ ഞാൻ ഫുള്ള് ഹെയർ മെടഞ്ഞിട്ടിട്ട് ലാസ്റ്റ് ഒരു പിൻ ചെയ്ത് വെക്കുകയാണ്. അതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരുപാട് നിന്നപ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
അപ്പോൾ ചെറിയ ഹെയർ മുന്നിലോട്ട് വലിക്കുമ്പോൾ ശ്രദ്ധിച്ച് വലിക്കുക. നമ്മുടെ അതുവരെ കെട്ടിവെച്ചതെല്ലാം കൊളാവാനും അത് മതി. ഈ ബാഗ് ഞാൻ എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫൈനലായിട്ടൊരു ഡോഗ് ഷോ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ, സിമ്പിളായിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക്. ഇതാ മേക്കപ്പ് ചെയ്ത പോലെ അറിയുന്നില്ലേ. കൈ നോക്കുമ്പോഴാണ് കയ്യിലൊന്നുമില്ലാത്തൊരു ഓർമ്മ. അപ്പോൾ ഞാൻ പോയി വാച്ച് എടുത്ത് കെട്ടുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.